എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വഴുതനങ്ങ വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ 500 ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ വഴുതനങ്ങയാണ് എടുത്തത്. അത് നല്ലതായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം അതിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് വഴുതനങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതങ്ങ് എണ്ണയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞ് പോവരുത്. ജസ്റ്റ് ഇതൊന്ന് വാടി വരണം. എണ്ണയിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് വാടി വരണം. ഈ ഒരു കളറ് ആയി വന്നാൽ മതി. നമുക്കിത് കോരി മാറ്റാം. വഴുതനങ്ങയെല്ലാം ഞാൻ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാത്രത്തിലോട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കേ. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ 2 മീഡിയം സവാള നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം. സവാള നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. അത് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കൊരു കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി 2 മീഡിയം തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് നീളത്തിൽ ഞാൻ ഇവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഉള്ളി അപ്പോഴത്തേക്ക് ഇവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായി വന്നാൽ മതി. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ പച്ചയ്ക്ക് അരച്ചാണല്ലോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ പച്ച ടേസ്റ്റ് നല്ല രീതിയിലൊന്ന് മാറിക്കിട്ടണം. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴണ്ട് വരണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി പേസ്റ്റൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര് നല്ലതായിട്ട് സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഉടച്ചെടുത്തതാണ്. നല്ല കട്ട പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ തക്കാളി അരച്ച മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഒത്തിരി ലൂസുള്ള കറിയല്ല, ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുള്ള കറിയാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തൈരും ചൂടായി വരുമ്പം ഒന്ന് ലൂസായി വരും. കറിക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കറി ഉണ്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഞാൻ കയ്യിലോട്ട് എടുത്ത് നല്ലതായിട്ട് ഞെരടിയിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു ലൂസാണ് കറിക്ക് കിട്ടേണ്ടത് കേട്ടോ. കറി ഇപ്പോൾ നല്ലതായിട്ട് പിടിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ച് വഴുതനങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എന്ന് പറഞ്ഞ് വഴുതനങ്ങ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. വഴുതനങ്ങ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണം, എന്നാൽ ഇതൊന്ന് വെന്ത് കിട്ടുകയും വേണം. നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വഴുതനങ്ങ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഞാൻ കുറച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കാരണം ഞാൻ തീ ഓഫ് ചെയ്തിരുന്നേ. വഴുതനങ്ങയൊന്നും ഉടഞ്ഞും പോയിട്ടില്ല. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ചപ്പാത്തിക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ കറിയാണ്. വഴുതനങ്ങ ഇഷ്ടമുള്ളവർ ഈ രീതിയിൽ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ ഇത് നല്ലതാണ് കേട്ടോ. ചോറിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ചപ്പാത്തിക്ക് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.